ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രേണുസുതിക്ക് ഒരുപാട് പ്രപ്പോസൽസ് വന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരുന്നല്ലോ. ആ സ്റ്റാറ്റസ് കണ്ടുകൊണ്ട് ചെറിയ പയ്യന്മാർ മുതൽ വലിയ ആൾക്കാർ വരെ, മക്കളുള്ള ആൾക്കാർ വരെ പ്രപ്പോസൽസ് കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അവരുടെ നമ്പർ വരെയാണ് കൊടുത്തിരിക്കുന്നത്. അത് രേണുസുതി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്പർ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പറയുന്നത്. എന്നിട്ട് പറയുന്നത് വേണ്ട, അവരുടെ പേഴ്സണൽ അല്ലേ, അതൊക്കെ കാണിച്ചിട്ട് അവരെ നാണം കെടുത്തണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേണുസുതി പറയുന്നത് എന്നേക്കാൾ ഇളയതും ഇതിനേക്കാൾ മൂത്തതും അതുപോലെ ഡിവോഴ്സ് ആയവരും ഒക്കെ സ്വന്തം നമ്പർ ഇട്ടുകൊണ്ട് അവരുടെ ജോലി പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്ത് ജോലി ചെയ്യുന്നു, നിങ്ങളുടെ മക്കളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതിൽ കല്യാണം കഴിക്കാത്തവരെ ലിസ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പം മറ്റുള്ളവരൊക്കെ ഇതൊക്കെ നുണയാണ് എന്ന് പറയുമെന്ന് രേണുസുതി ആരും നുണയാണ് എന്ന് പറയില്ല. ഒരു കൂട്ട് വേണമെന്ന് പറഞ്ഞ ഏതൊരു സ്ത്രീയും ഇത് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഇട്ട് കഴിഞ്ഞാൽ, സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നമുക്ക് ആലോചന കൊണ്ടുവരും. അത് നിങ്ങളെന്നല്ല, ഞാനെന്നല്ല, ഈ ലോകത്തിലുള്ള ഏത് സ്ത്രീകളും ചെയ്താലും, കല്യാണം കഴിയാത്ത പയ്യന്മാരാണെങ്കിലും കല്യാണം കഴിഞ്ഞവരാണെങ്കിലും കുറേ നമ്പേഴ്സും കുറേ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. ഇതിൽ പകുതി ഭാഗം ഉഡായിപ്പായിരിക്കും, പകുതി ഭാഗം ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാകും. അങ്ങനെ തന്നെയാണ്. അത് ഞങ്ങൾ തട്ടിപ്പായിട്ട് നിങ്ങൾ പറയുന്നതെന്നൊന്നും ആരും പറയില്ല. ഇതിപ്പോൾ വലിയ മഹാത്മ്യമായിട്ട് കരുതും വേണ്ട. ഇത് ഒരുപാട് മെസ്സേജസും കോൾസ് ഇതൊക്കെ വരും. നിങ്ങൾ അവർക്കൊക്കെ തിരിച്ചു വിളിച്ചു എന്നും രേണുസുതി പറയുന്നുണ്ട്. വിളിച്ചു ചോദിച്ചപ്പോൾ ഇവരൊക്കെ വില്ലിങ് ആണ് എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടൻ കൂടി അമർത്തിക്കോളൂ കേട്ടോ. കാരണം എന്റെ കമന്റുകളല്ല ശ്രദ്ധിച്ചത്, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറെ റിക്വസ്റ്റിനകത്ത് കുറെ മെസ്സേജസ് വന്നു. ഒരുപാട് പേര് മെസ്സേജസ് അയച്ചു. അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് നമ്പേഴ്സ് അയച്ചിട്ട് പ്രപ്പോസൽസ്, ഞങ്ങളെ എങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ രേണു ഞങ്ങളെ കൊണ്ട്, ഞങ്ങൾ അവരുടെ ജോലി വരെ അവര് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഒരുപാട് പേര്. എനിക്ക് ഒന്ന് 5-8 പ്രപ്പോസൽസ് എങ്കിലും നമ്പർ സഹിതം, വാട്സപ്പില് നമ്പർ സഹിതം എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിക്കാൻ പറ്റുന്നത് വേണ്ട, അവരുടെ പേഴ്സണൽ കാര്യം ചിലപ്പോൾ അവര് തമാശ കിട്ടുകയാണോന്ന് അറിയില്ല. ഞാൻ എന്തായാലും അവരെ കോണ്ടാക്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലൂടെ. എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് രേണു, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയുക, പിള്ളേരെയൊക്കെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം, ഞങ്ങളിങ്ങനെ ഡിവോഴ്സ് ആണ്, അല്ലെങ്കിൽ വൈഫില്ല. ചിലവർ ഇളയത്തങ്ങൾ, എൻ്റെ ഇളയത്തങ്ങൾ കല്യാണം കഴിക്കാത്തവർ വരെ പ്രപ്പോസൽസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അടിയിൽ കമന്റ് ഇവളയോ എനിക്കറിയില്ല എന്താണെന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. രേണുസുതി ഇപ്പോൾ ഒരു പൊതു ശല്യമായതുകൊണ്ട് തന്നെ രേണുസുതിയുടെ കല്യാണം കഴിയേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമായി തീർന്നു. കാരണം എല്ലാ ദിവസവും ഇരുന്ന് ഇൻസ്റ്റയിൽ വന്നിരുന്നിട്ടായാലും മീഡിയാസിൽ വന്നിരുന്ന എല്ലായിടത്തും വന്നിരുന്നത് ഈ കല്യാണം കല്യാണം ഈ തള്ളയുടെ കല്യാണം കാരണം ഈ ലോകത്ത്, അല്ലെങ്കിൽ വേണ്ട കേരളത്തിൽ തന്നെ ഈ ചെറിയ പെൺകുട്ടികളുടെ കല്യാണം വലിയ കാര്യമൊക്കെ ആരും എടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഇവരെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്താൽ മാത്രമേ കേരളത്തിന്റെ ഭാരം തീരൂ. എന്നും ഇതന്നെ ഇരുന്ന് പറയും. ഇതെന്തിന്റെ അസുഖമാണ് ഈ സ്ത്രീക്ക്? കല്യാണം കഴിച്ചു പോയിക്കൂടെ? ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞോ? നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ച് എവിടേക്കെങ്കിലും പോ. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ താമസിക്ക്. ആരും വേണ്ട എന്ന് പറയുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട്, നിങ്ങളുടെ കയ്യിൽ കുറെ കാശുണ്ടല്ലോ, സ്വന്തമായിട്ട് വീട് വാടകയ്ക്ക് എടുക്കുകയും അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് മേടിക്കുകയും, അല്ലെങ്കിൽ ഈ വരുന്ന ആൾക്ക് ഒരുപാട് പൈസ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്, അപ്പോൾ ആ വ്യക്തി ഒരു വീട് മേടിച്ച് തരികയും ഒക്കെ ചെയ്ത് നിങ്ങൾ ജീവിക്കും നന്നായിട്ട്. ഇത് കേരളം മുഴുവൻ കൊട്ടിഘോഷിച്ച് സ്റ്റാറ്റസ് ഇട്ട് എന്നും നിങ്ങൾക്ക് നാണല്ലേ? നിങ്ങൾ 2 കല്യാണം കഴിഞ്ഞതല്ലേ? പിന്നെ ഈ സ്റ്റാറ്റസ് ഇട്ട് മറ്റുള്ളവരെ അറിയിച്ച് നിങ്ങൾ ആദ്യമായിട്ട് ഫ്രഷ് ഒരു പെൺകുട്ടി കല്യാണം കഴിയുന്ന പോലെ ഉള്ള ഒരു തീവ്ര മനോഭാവത്തോടു കൂടി നടക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്കൊരു കൂട്ട് വേണോ? കൂട്ടിനെ നിങ്ങൾ തിരഞ്ഞെടുക്ക്. അല്ലാതെ ഈ മറ്റുള്ളവരുടെ ഇടയിൽ ഈ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് നടക്കല്ലേ സ്ത്രീയെ. നിങ്ങൾക്ക് നാണല്ലേ ഒന്നല്ലെങ്കിൽ? ഇനി അടുത്തത് വേറൊരു കേസ്. പല്ലിയെ കൊന്ന കേസുണ്ടോ രേണു എന്നൊരാൾ കമന്റ് ചോദിച്ചിരിക്കുന്നു. അത് രേണു തന്നെ വന്നിരുന്ന് പറയുന്നുണ്ട്. പല്ലിയെ കൊന്ന കേസെടുക്കത്തില്ല, പക്ഷേ വേറൊരു കേസ് നിനക്കുണ്ടാകും. മുകളിൽ ഒരാളില്ലേ, ആ ആള് നിന്നെ കേസിൽ പെടുത്തും എന്ന് പറയുന്നുണ്ട്. ഈ പല്ലി എന്ന് പറയുന്നത് നമ്മുടെ രേണുസുതിയെയാണ് പറയുന്നത്. ശരിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു ബോഡി ഷേമിങ് നടത്തുന്നത്? അവരുടെ ശരീരം എന്ന് പറയുന്നത് ദൈവം കൊടുത്തതാണ് അവർക്ക്, അല്ലെ? നമുക്ക് എല്ലാവർക്കും ദൈവം തന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആകാരഭംഗി നമുക്കുണ്ടോ? ഉണ്ടോ? നമുക്ക് ഇന്ന് ഐശ്വര്യമായി ആവണം എന്ന് പറയുന്നുണ്ട്, നമുക്കുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് നമ്മൾ അങ്ങനെ സുഖം കണ്ടെത്തേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യൂ. അല്ലാതെ അവരെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് ആരും ക്രിറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യകതയില്ല. എടാ മോനെ, പല്ലിയെ കൊന്നാലും കേസുണ്ടടാ. നിനക്ക് മുകളിലൊരു ആളുണ്ടല്ലോ, എന്താ പറയാ, ദൈവം എന്ന് പറയുന്നത്.
എന്തിനാ വെറുതെ പല്ലിയെ തല്ലിക്കൊല്ലുന്നത്? അതെന്തെങ്കിലും ഉപദ്രവം നിനക്ക് ചെയ്തു? ഓ, നീ ഉദ്ദേശിച്ച എന്നെയാണല്ലോ, ഞാനാണല്ലോ നിന്റെ പല്ലി. ഓ. പിന്നെ ശാന്തിവിള ദിനേശ് പുറത്തുവിടും എന്ന് പറയുന്ന വീഡിയോ ഏതാണ് എന്ന് വെളിവാക്കിക്കൊണ്ടാണ് പിന്നെ നമ്മുടെ രേണുസുതി വന്നിരിക്കുന്നത്. ശരിക്കും ശാന്തിവിള ദിനേശിന് രേണുസുതി പറയുന്നു 80 വയസ്സോളം പ്രായമുള്ള ഒരു അപ്പൂപ്പനാണ്, എനിക്ക് 34 വയസ്സേ ഉള്ളൂ, കുറെ പേരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു അപ്പൂപ്പനാണ് ശരിക്കും ശാന്തിവിള ദിനേശ്. പക്ഷേ എനിക്കെതിരെയുള്ള വീഡിയോ പുറത്തുവിടും എന്ന് പറഞ്ഞ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അത് ഏത് വീഡിയോ ആണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ കുപ്പിയും പിടിച്ചിട്ട് ഏഴിമല പൂഞ്ചോല ആ പാട്ട് പാടിക്കൊണ്ട് ഒരു പ്രൊമോഷന് വേണ്ടി ഡാൻസ് ചെയ്തിരുന്നു. ഈ വീഡിയോ ആയിരിക്കും ഇയാൾ പുറത്തുവിടും എന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു വീഡിയോയും കിട്ടാൻ ചാൻസ് ഇല്ല, അല്ലാതൊരു വീഡിയോയും എനിക്കില്ല എന്ന് പറയുന്നു. ശാന്തിവിള ദിനേശിനോട് എനിക്ക് പറയാനുള്ളത്, വ്യക്തമായ തെളിവില്ലാതെ ഒരു പെണ്ണിനെതിരെ വേണ്ടാതെ പറഞ്ഞ് പരത്തുന്നത് അത്ര നല്ല കാര്യമില്ല. സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ പറയാനും മറ്റുള്ളവർ കാണും, അത്രയേ ഉള്ളൂ. എനിക്കറിയില്ല, ഞാൻ എന്തായാലും എനിക്ക് അയാളുമായിട്ട് ഒരു പരിചയമില്ല. പുള്ളിക്ക് 19 വയസ്സുണ്ട്, എനിക്ക് 34 വയസ്സുണ്ട്. ഈ അന്തരം വെച്ചിട്ട് എനിക്ക് അയാളെ കണ്ടിട്ട് ജീവിതത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അയാൾ ആരാന്ന് ഈയിടെയല്ല ഞാൻ അറിയുന്നത് അങ്ങനെ ഒരാളുണ്ടെന്ന്. എനിക്കറിയില്ല. കുറെ കമന്റ്സ് അതിനകത്തുണ്ട്, കുറെ പേരുടെ കുറ്റം പറഞ്ഞു നടക്കുന്ന ആളാന്ന് അതെനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ എന്റെ കുറ്റം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് റീച്ച് ആകുമെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് അയാളെ അയാൾ ഇതാക്കുന്ന എന്ത് ഫോട്ടോ എനിക്കറിയില്ല. ചിലപ്പോ ഏത് വീഡിയോ ആണെന്നറിയോ, പാപ്പിലോണി വെച്ചിട്ട് ഏഴുമല പൂഞ്ചോലയ്ക്ക് ഞാൻ ഡാൻസ് ഇട്ടിട്ട് മറ്റേ കള്ളുകുപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ആഡ് കൊടുത്തായിരുന്നു പാപ്പിലോൺ ബാർ റെസ്റ്റോറന്റിന്. ഇനി അതായിരിക്കും അയാൾ പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ വല്ല ഡാൻസ് കളിച്ചായിരിക്കും. എന്തുവാട്ടെ, എനിത്തിങ്. ഞാൻ അതിനെപ്പറ്റി ബോധേഡല്ല, എന്തെങ്കിലും കാണിക്കണം. അതെ, നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ബോധേഡാവേണ്ട ആവശ്യകതയില്ല, നമുക്ക് പേടിക്കേണ്ട ആവശ്യകതയില്ല. ഇയാൾ വെറുതെ ഉണ്ടാക്കി പറഞ്ഞതാണെങ്കിൽ അയാളെ പേരിൽ കേസ് കൊടുക്കുക തന്നെ വേണം. അല്ലാതെ എന്താണ് എന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഇതുവരെ അയാൾ തെളിവ് പുറത്തു വിട്ടിട്ടുണ്ടോ? ഇല്ല. അയാൾക്ക് എന്തുകൊണ്ട് തെളിവ് പുറത്തുവിടാൻ, എന്താ മറ്റുള്ള ചാനൽസിനെ കൊടുക്കും ആ തെളിവ് എന്നൊക്കെ പറഞ്ഞു. ഇതുവരെ അയാൾ ഒരു തെളിവും പുറത്തു വിട്ടിട്ടില്ല. അപ്പൊ അയാൾ വെറുതെ പറഞ്ഞതല്ലേ, ഗസ് അടിച്ച് പറഞ്ഞതല്ലേ. അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു സ്ത്രീയെ കുറിച്ചിട്ട്?